ഇതാണോ നീ പറഞ്ഞ ലാവൻഡർ കളറും ബ്ലൂ ജീൻസും? സത്യമായിട്ട് ഞാൻ കണ്ടതാണ് അവളിവിടെ ഇരിക്കുന്നത്. എന്നോട് പറഞ്ഞു. അവളോട് ഇത് പോയി എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. നിനക്ക് വല്ല പ്രാന്താന്നേ അവള് പറയുള്ളൂ. ഹായ് ബ്യൂട്ടീസ്, മക്കളെന്താ പറഞ്ഞ എന്നോട്? ഒന്നെങ്കിൽ ഫേക്ക് ആയിരുന്നു നോക്ക്, അല്ലെങ്കിൽ പൈസേൻ്റെ കാര്യം വിടാം അല്ലേ? ഇത് രണ്ട് കോംപ്രമൈസ് ചെയ്യാണ്ട് എനിക്കൊരു സാധനം കിട്ടി മക്കളെ. ഹെയർ എക്സ്റ്റൻഷൻ. അമ്പോ, ഇത് നീ എവിടെ ഒപ്പിച്ച്? എൻ്റെ കസിനിലെ ആർദ്ര ഓളെ ഫ്രണ്ട് വഴി കിട്ടിയതാ. അവരെങ്ങനെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാ. 32,000 രൂപ ഇതിന്റെ വില. ഞാനിത് 5,000 രൂപ ഒപ്പിച്ച്. നമ്മൾ വിചാരിച്ചാൽ പറ്റാത്ത കാര്യമുണ്ട്. അതിപ്പോ ലാഭയല്ല. അല്ല, ഇവളെന്തൊന്നും മിണ്ടാത്ത? അല്ല, ഞാൻ ഓർക്കണേരുന്നു അവരെന്തായിരിക്കും ഈ മുടി കൊടുക്കാനുള്ള കാര്യം. തുടങ്ങിയ അവളുടെ കൊനിഷ്ഠ ചോദ്യങ്ങള്. അതല്ല, ഇത് കണ്ടിട്ട് അധികം യൂസ് ചെയ്തതായിട്ട് തോന്നണില്ല. മാത്രമല്ല വലിയ ഡാമേജും ഇല്ല. എന്നിട്ട് അവർ ഈ 5,000 രൂപയ്ക്ക് തരാനായിട്ട്. എൻ്റെ പൊന്നു മോളെ, ആദ്യം 15 രൂപയല്ല പറഞ്ഞത്. ഞാൻ എൻ്റെ മിടുക്ക് സാമർത്ഥ്യം വെച്ച് 5,000 ഒപ്പിച്ചതാ. ഇല്ലെങ്കിൽ ഇപ്പൊ ഒരാളൊരു സാധനം വാങ്ങി അവർക്ക് അത് പറ്റാണ്ടായാൽ ഒരാൾക്ക് കൊടുക്കുന്നതിന് ഇപ്പൊ എന്താ പറ്റുള്ളൂ? പിന്നല്ലാതെ. അല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. അതൊന്ന് തന്നെ നോക്കട്ടെ. നമ്മുടെ പാക്കിൽ ആരെങ്കിലും ഉണ്ടോ? ആരിതാ? ഇവള് പിന്നെ നീ ആദ്യം വീട്ടിൽ പോയി സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങുക. അപ്പൊ തന്നെ നിന്റെ പകുതി ഇഷ്യൂ മാറും. ചെല്ലിപ്പോ ഇവിടുതാ. എന്നാ ഞാൻ പോട്ടെ, രാത്രി ആയല്ലെങ്കിലും. ശരി, നാളെ കാണാം. ഞാനത് ചോദിക്കണ സാറൊക്കെ എന്തോ ഒരു മൂഡ് ഓഫ് പോലെ തോന്നില്ല. എന്തെന്നാ? അതൊന്നും പറയണ്ട, അവൾക്ക് ഓരോരോ തോന്നല. നീ വന്നേക്കാട്ട് മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കണായിരുന്നില്ലേ, അവളുടെ അടുത്ത് നീ വന്നിരുന്നെന്നോ. പിന്നെ എന്തോ ലാവൻഡർ കളറുള്ള ടോപ്പോ പാന്റോ ബ്ലൂ ജീൻസോ എന്തൊക്കെയാ അവള് പറയണ്ടേ, എനിക്കറിയത്തില്ല. അത് കറക്റ്റാ. ഞാൻ ഇന്നലെ അതിട്ടുണ്ടല്ലേ നടന്നത്.